ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 1. കർക്കിടക മാസം മലയാളികള് രാമായണ മാസമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മൾ മാധവത്തിലൂടെ എല്ലാ ദിവസവും രാമായണത്തിലെ കഥകളാണ് ഇനി അങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിത ചരിത്രത്തിലൂടെ, ഭഗവാന്റെ ജീവിതത്തിലൂടെ കടന്നു പോയതുപോലെ ഇനിയുള്ള 1 മാസം നമ്മൾ ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാവരും തന്നെ മാധവത്തിന്റെ കൂടെ ഇരുന്ന് രാമായണത്തിലെ കഥകൾ കേൾക്കണം. ഹരേ കൃഷ്ണ. നമുക്കെല്ലാവർക്കും അറിയാം, സൂര്യവംശത്തിലെ രാജാവായിരുന്നു ആര്? ദശരഥൻ. ദശരഥന്റെ പൂർവികരെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് പറയാം. ഗംഗാദേവിയെ ദേവലോകത്തു നിന്നും കൊണ്ടുവന്ന ആ മഹാത്മാവ്, അദ്ദേഹം ആരായിരുന്നു? ഭഗീരഥൻ, അല്ലെ? ഭഗീരഥന്റെ പുത്രനാണ് സൗദാസൻ. സൗദാസന്റെ പുത്രനാണ് സുദാസൻ. സുദാസന്റെ പുത്രൻ ദിലീപൻ. ദിലീപന്റെ പുത്രൻ രഘു. ഈ രഘു 10,000 വർഷം രാജ്യം ഭരിച്ചു. അതുകൊണ്ടാണ് രഘുവംശം എന്ന് പിന്നീട് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ രഘു 10,000 വർഷം രാജ്യം ഭരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ അജനെ രാജ്യഭാരം ഏൽപ്പിക്കുന്നു. ഈ അജൻ മഗധ രാജകുമാരിയായ ഇന്ദുമതിയെയാണ് വിവാഹം കഴിച്ചത്. അജരാജാവിന്റെയും ഇന്ദുമതിയുടെയും പുത്രനാണ് ആര്? ദശരഥൻ. ഈ ദശരഥന് 1 വയസ്സ് പ്രായമുണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോകുന്നത്. പിന്നീട് ഇദ്ദേഹത്തിനെ വളർത്തിയത് ആരായിരുന്നു? വസിഷ്ഠ മഹർഷി ആയിരുന്നു. വസിഷ്ഠ മഹർഷി ഈ കുട്ടിയെ എടുത്തുകൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയും പിന്നീട് ആശ്രമത്തിൽ താമസിപ്പിച്ച് ശാസ്ത്രവും അസ്ത്രവിദ്യയുമൊക്കെ പഠിപ്പിച്ചു. 5 വയസ്സായപ്പോൾ കുഞ്ഞിനെ സിംഹാസനത്തിലിരുത്തി രാജാവായി അഭിഷേകം ചെയ്തു. അങ്ങനെ ആ കുഞ്ഞ് രാജാവായി തീരുകയും മഹാന്മാരായ മറ്റുള്ള ആളുകളുടെ സഹായത്തോടു കൂടി രാജ്യം ഭരിക്കുകയും ചെയ്തു. എല്ലാ രാജാക്കന്മാരുടെയും സഹായം, സ്നേഹം ഒക്കെ ആർക്കുണ്ടായിരുന്നു? ഈ ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ദശരഥ മഹാരാജാവിന് 30 വയസ്സ് വരെ വിവാഹം നടന്നില്ല. ഈശ്വരൻ കൂട്ടി യോജിപ്പിക്കട്ടെ എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഇരിക്കെ കോസലം എന്ന രാജ്യത്തിലെ രാജാവിന് കൗസല്യ എന്നു പേരായ ഒരു പുത്രി ഉണ്ടാകുന്നു. അതിസുന്ദരിയാണ്. തൻ്റെ മകളെ ആർക്കു വിവാഹം കഴിച്ചു കൊടുക്കും എന്ന ചിന്തയായി കോസല രാജാവിന്. അങ്ങനെ ഈ രാജാവ് തൻ്റെ പുരോഹിതനോട് ചോദിക്കുകയാണ്, അല്ലയോ മഹർഷി, എൻ്റെ മകളെ ഞാൻ ആർക്കാണ് വിവാഹം കഴിച്ച് കൊടുക്കേണ്ടത് എന്ന്. ആ സമയത്ത് ആ പുരോഹിതൻ രാജാവിനോട് പറയുകയാണ്, രാജാവേ, മറ്റാർക്കുമല്ല, അയോധ്യയിലെ രാജാവായ ദശരഥന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. അതനുസരിച്ചിട്ട് ഒരു ദൂതൻ അയോധ്യയിൽ എത്തിച്ചേരുകയും ദശരഥനോട് ഈ കാര്യം പറയുകയും ചെയ്തു. ദശരഥൻ തൻ്റെ ബന്ധുക്കളോടും രാജർഷികളോടും മന്ത്രിമാരോടുമൊക്കെ ഇക്കാര്യം പറയുകയും എല്ലാവരുമായി കോസല രാജ്യത്ത് ചെല്ലുകയും കോസല രാജാവിൻ്റെ പുത്രിയായ കൗസല്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതിനുശേഷം ദശരഥൻ മറ്റൊരു വിവാഹം കഴിച്ചു. അത് കൈകേയിയെ ആയിരുന്നു. കേകയൻ എന്ന രാജാവിന്റെ പുത്രിയാണ് കൈകേയി.
ഗിരിരാജ നഗരത്തിലാണ് കേകയ രാജാവിന്റെ കൊട്ടാരം. ഈ രാജാവിന് കൈകേയി എന്ന അതിസുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു. അങ്ങനെ കേകയ രാജാവ് കൈകേയിക്ക് സ്വയംവരം നിശ്ചയിക്കുകയാണ്. അങ്ങനെ എല്ലാ രാജകൊട്ടാരങ്ങളിലേക്കും ദൂതന്മാരെത്തി എല്ലാവരെയും സ്വയംവരത്തിന് ക്ഷണിച്ചു. ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിലും അയോധ്യയിലും ദൂതനെത്തി ദശരഥ മഹാരാജാവ് സ്വയംവരത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ശ്രേഷ്ഠനായ ദശരഥ മഹാരാജാവിനെ കൈകേയി വരണമാല്യം അണിഞ്ഞ് തൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. അതിനുശേഷം മറ്റൊരു വിവാഹം കൂടി കഴിച്ചു. അത് സുമിത്രയെ ആയിരുന്നു. സിംഹള രാജ്യത്തിലെ രാജകുമാരിയായിരുന്നു സുമിത്ര. സിംഹള രാജാവിന് തൻ്റെ അതിസുന്ദരിയും ശ്രേഷ്ഠയുമായ പുത്രിയെ ദശരഥ മഹാരാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടാവുകയും അതനുസരിച്ചിട്ട് രാജാവ് ഒരു ബ്രാഹ്മണനെ അയോധ്യയിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ സിംഹള രാജാവിന്റെ ആഗ്രഹപ്രകാരം ദശരഥ മഹാരാജാവ് സുമിത്രയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ 3 ഭാര്യമാരുമായി ദശരഥ മഹാരാജാവ് അങ്ങനെ അയോധ്യയിൽ വാഴുകയാണ്. അങ്ങനെ 3 റാണിമാരുമൊത്ത് സന്തോഷത്തോടു കൂടി ദശരഥ മഹാരാജാവ് അങ്ങനെ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ആരെത്തിച്ചേരുന്നു? നാരദ മഹർഷി എത്തിച്ചേരുന്നു. രാജാവ് മുനിയെ കണ്ട് സ്വീകരിക്കുന്നു, ആദരിക്കുന്നു. അപ്പോൾ നാരദ മുനി പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, അങ്ങയെ ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത് കൊണ്ടാണ് ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. അങ്ങയുടെ രാജ്യത്ത് മഴ പെയ്യാതെയായിട്ട് എത്ര കാലമായി എന്ന് അങ്ങേക്കറിയാമോ? 14 വർഷമായി. അത് കാരണം എല്ലാവരും ദുഃഖിക്കുന്നു എന്ന് നാരദ മഹർഷി പറയുന്നു. എന്നിട്ട് വീണ്ടും നാരദൻ പറയുകയാണ്, അല്ലയോ രാജാവേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ശനി രോഹിണി നക്ഷത്രത്തിലേക്ക് ദൃഷ്ടിയുമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് മഴ പെയ്യാത്തത്. പ്രജകളുടെ ദുഃഖത്തിന് കാരണവും ഇത് തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് നാരദൻ അവിടെ നിന്നും അപ്രത്യക്ഷനാവുകയും ചെയ്തു. അതിനുശേഷം രാജാവ് തൻ്റെ രഥത്തിൽ കയറി രാജ്യം മുഴുവനും ചുറ്റി സഞ്ചരിക്കുകയാണ്. അതിനുശേഷം വടക്കു ഭാഗത്തുള്ള ഒരു വനപ്രദേശത്തിലേക്ക് രാജാവ് പോകുന്നു. ആ വനത്തില് ജന്തുക്കളെ ഒന്നും കാണുന്നില്ല, പക്ഷികളെയും മൃഗങ്ങളെയും ഒന്നും കാണുന്നില്ല. എന്തിന്? കുളങ്ങളിൽ മത്സ്യം പോലുമില്ല, വെള്ളമില്ല. വെള്ളമുണ്ടെങ്കിലല്ലേ മത്സ്യമുള്ളൂ. അങ്ങനെ എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുന്നു. രാജാവ് ആകെ വിഷമിച്ചു. അങ്ങനെ രാജാവ് ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നു. ആ സമയത്ത് ആ മരത്തിന്റെ മുകളിൽ 2 പക്ഷികൾ വന്നിരിക്കുന്നു. അതിൽ ഒരു ആൺപക്ഷിയും ഒരു പെൺപക്ഷിയും ഉണ്ടായിരുന്നു. പെൺപക്ഷി ആൺപക്ഷിയോട് പറയുകയാണ്, നമുക്കിനി ഈ കാട് ഉപേക്ഷിച്ചിട്ട് പോകാം, ഈ നാട് തന്നെ ഉപേക്ഷിക്കാം. പാപിയാണ് രാജ്യം ഭരിക്കുന്നത്, മഴയില്ല, കഴിക്കാൻ ഒന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല, അതുകൊണ്ട് നമുക്കിവിടുന്ന് പോകാമെന്ന് പെൺപക്ഷി ആൺപക്ഷിയോട് പറയുന്നു. ഉടനെ ആൺപക്ഷി പറയുകയാണ്, പ്രിയേ, ഞാൻ പറയുന്നത് കേൾക്കൂ. നിന്റെ വാക്കുകേട്ട് ഞാൻ ഈ കാട് ഉപേക്ഷിക്കുന്നില്ല. സത്യയുഗം മുതൽ ഞാൻ ഈ കാട്ടിലാണ് താമസം. 50 തലമുറകളെ ഞാൻ കണ്ടു. എനിക്ക് ദുഃഖമില്ല. പക്ഷേ ഈ ഭൂമിയിൽ ദുഃഖമുണ്ട്, ഈ രാജ്യത്തിന് ദുഃഖമുണ്ട്. ഈ ദുഃഖത്തിൽ എൻ്റെ രാജാവിനും വളരെയധികം വേദനയുണ്ട്. ഞാൻ ഇവിടെ ജനിച്ചു, ഇവിടെ തന്നെ മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുന്നില്ല ഈ കാട് എന്ന് ഈ ആൺപക്ഷി പെൺപക്ഷിയോട് പറയുന്നു. ഉടനെ ഈ പെൺപക്ഷി പറയുകയാണ്, പാപിയുടെ രാജ്യത്ത് കിടന്ന് ജീവൻ നഷ്ടപ്പെടുത്താം എന്ന് മാത്രമേ ഉള്ളൂ ഫലം. വെള്ളം കിട്ടാതെ പ്രാണൻ
പൊരിയുന്നു. സമുദ്ര തീരത്തു ചെന്ന് ഒരിറ്റു വെള്ളം കുടിക്കട്ടെ എന്ന് പറയുന്നു. ഈ പക്ഷികളുടെ സംഭാഷണമെല്ലാം ദശരഥ മഹാരാജാവ് കേൾക്കുന്നു. പക്ഷികൾ പോലും തന്നെ പാപി എന്ന് വിളിക്കുന്നു. അവർക്ക് പോലും സമാധാനം കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് ദശരഥ മഹാരാജാവ് ചിന്തിക്കുകയാണ്. എന്നിട്ട് ദശരഥൻ നേരെ എവിടേക്ക് പോകുന്നു? ദേവലോകത്തിലേക്ക് പോകുന്നു. ഇന്ദ്രന്റെ അടുക്കൽ ചെല്ലുന്നു. ഇന്ദ്രൻ അഹങ്കാരത്തോടു കൂടി ചോദിക്കുകയാണ്, എന്തിനാണ് ദശരഥ മഹാരാജാവ് വന്നിരിക്കുന്നത്? അദ്ദേഹം മനുഷ്യനല്ലേ എന്ന് ചോദിക്കുന്നു. ഉടനെ അവിടെ ഇരുന്ന മറ്റു ദേവന്മാർ പറഞ്ഞു, ഇന്ദ്ര, അഹങ്കാരം ഉപേക്ഷിക്കണം. ഈ രാജാവിനെ എതിർത്ത് നമ്മൾക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ശബ്ദം കേൾക്കുന്ന ഇടത്തേക്ക് ബാണമയച്ച് യുദ്ധം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വലിയ സമർത്ഥനാണ്. അതുകൊണ്ട് അഹങ്കാരം ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ദേവന്മാരുടെ വാക്കുകേട്ട് ഇന്ദ്രൻ ദശരഥ മഹാരാജാവിനെ സ്വീകരിക്കുന്നു. എന്റെ രാജ്യത്ത് മഴയില്ലാതാകാൻ എന്താണ് കാരണമെന്ന് ദശരഥൻ ചോദിക്കുന്നു. അപ്പോൾ ഇന്ദ്രൻ പറയുകയാണ്, രാജാവേ, ശ്രദ്ധിച്ചു കേൾക്കണം. രോഹിണി നക്ഷത്രത്തിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. അത് മാറ്റിയാൽ അങ്ങയുടെ രാജ്യത്ത് മഴ പെയ്യും എന്ന് പറയുന്നു. ഉടനെ ദശരഥൻ ചോദിക്കുകയാണ്, ശനി എവിടെ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ശനി അവിടേക്ക് വരുന്നു. ശനിയുടെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ തന്നെ രാജാവിൻ്റെ രഥങ്ങൾ തകരുന്നു. 8 കുതിരകളെ പൂട്ടിയ രഥമാണ്. കുതിരകൾ താഴേക്ക് വീഴുന്നു. അതോടുകൂടി ദശരഥനും താഴേക്ക് വീഴുന്നു. ഇത് ആര് കാണുന്നു? ജടായു എന്ന പക്ഷി കാണുന്നു. താൻ ഇവിടെയുള്ളപ്പോൾ ദശരഥ മഹാരാജാവിന് ആപത്തൊന്നും സംഭവിക്കുവാൻ പാടില്ല എന്ന് ജടായു വിശ്വസിക്കുകയും അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ജടായു മുകളിലേക്ക് പറക്കുകയും ചെയ്യുന്നു. ജടായു തൻ്റെ ചിറക് വിടർത്തുന്നു. ദശരഥൻ ജടായുവിൻ്റെ ചിറകിന്മേൽ വന്ന് ഇരിക്കുന്നു. അങ്ങനെ ജടായുവിൻ്റെ പുറത്തിരുന്നു കൊണ്ട് തേരെല്ലാം വീണ്ടും യോജിപ്പിക്കുന്നു. ആ സമയത്ത് ദശരഥ മഹാരാജാവ് ജടായുവിനോട് ആരാണ് അങ്ങ് എന്ന് ചോദിക്കുന്നു. ദശരഥനോട് ജടായു താൻ ആരാണ് എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ദശരഥ മഹാരാജാവ് പറയുകയാണ്, താങ്കൾ എൻ്റെ മിത്രമാണ്. എനിക്ക് എൻ്റെ ജീവൻ ദാനം നൽകിയ എൻ്റെ മിത്രം. അങ്ങനെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഒരു മൈത്രി, ഒരു സൗഹൃദം അങ്ങനെ സ്ഥാപിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇതാണ് ദശരഥ മഹാരാജാവും ജടായുവും തമ്മിലുള്ള കഥ. ആ ഒരു ബന്ധം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഈ കഥ, രാമായണത്തിലെ ഈ കഥ കേൾക്കുന്ന മനുഷ്യർക്ക് ഭഗവാൻ നാരായണന്റെ അപാരമായ പ്രീതി ഉണ്ടാകുമെന്നും ഈ കഥ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ എപ്പോഴും നാരായണമൂർത്തി ഉണ്ടാകും എന്നാണ് രാമായണം പറയുന്നത്. ഹരേ കൃഷ്ണ. ഞാന് അധ്യാത്മരാമായണത്തിലെ കഥകൾ മാത്രമല്ല പറയുന്നത്. വാൽമീകി രാമായണത്തിലെയും കൃത്തിവാസ രാമായണത്തിലെയും കമ്പരാമായണത്തിലെയും ഒക്കെ കഥകൾ ഞാൻ നിങ്ങളോട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പല കഥകളും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ പറയുന്നതിൽ ഉണ്ടാകാം. അതിനു കാരണം പല കഥകളും പല രാമായണങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയാണ് എഴുതിയിരിക്കുന്നത്. അധ്യാത്മരാമായണം ഏറ്റവും ചെറിയ രാമായണമാണ്. ഒരു തത്തയ്ക്ക് പോലും പാടുവാൻ സാധിക്കുന്ന രീതിയിൽ വളരെ ലഘുവായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ തുളസീദാസ രാമായണം അല്ലെങ്കിൽ കമ്പരാമായണം പോലെയുള്ള രാമായണങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ ധാരാളം കഥകളും ഉപകഥകളുമൊക്കെ ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അധ്യാത്മരാമായണത്തിൽ അതിൻ്റെ ആ ഒരു അന്തസത്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കഥ പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയല്ല ഈ കഥ കേട്ടിരിക്കുന്നത്, ഈ രീതിയിലാണ് കേട്ടിരിക്കുന്നത്
എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് വഴക്കിടാൻ വരരുത്. കാരണം പല കഥകൾക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പല രാമായണത്തിലുമുണ്ട്. അതുകൊണ്ട് അധ്യാത്മരാമായണം മാത്രം നോക്കിയിട്ടല്ല ഞാൻ നിങ്ങളോട് കഥകൾ പറയുന്നത്. പല സന്ദർഭങ്ങളും രാമായണത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പുള്ള എങ്ങനെ ഇപ്പൊ ജടായുവുമായിട്ട് എങ്ങനെയാണ് ഒരു ബന്ധമുണ്ടാകുന്നത്, അതിനെന്താണ് കാരണം, ഇനി രാജാവിന്റെ രാജ്യത്ത്, ദശരഥ മഹാരാജാവിന്റെ രാജ്യത്ത് എങ്ങനെ മഴ പെയ്തു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഈ കഥകളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് കൊണ്ടാണ് പലതിൻ്റെയും പുറകിലുള്ള പല സന്ദർഭങ്ങളുടെയും പുറകിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ കഥയാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. നാളെ നമുക്ക് ദശരഥ മഹാരാജാവിന്റെ രാജ്യത്തെ രാജാവ് എങ്ങനെ മഴ പെയ്യിച്ചു എന്നുള്ള കാര്യമാണ് നാളെ നമ്മൾ പറയുന്നത്. ഇന്ന് മഹാരാജാവിന്റെ വിവാഹം, 3 വിവാഹം, പിന്നീട് രാജാവിന്റെ രാജ്യത്ത് മഴയില്ലാതായ കാര്യം, ആ 2 പക്ഷികളുടെ സംഭാഷണം, രാജാവിന്റെ ദേവലോകത്തിലേക്കുള്ള ആ യാത്ര, ശനിയുടെ ദൃഷ്ടി പതിച്ചപ്പോൾ മഹാരാജാവിന് എന്ത് സംഭവിച്ചു, ആ സമയത്ത് മഹാരാജാവിനെ ആരാണ് രക്ഷിച്ചത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ കഥാഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. രാമ എന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഹരേ കൃഷ്ണ.